എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്നലെ ഒരു ലേഡി ഒരു KSRTC ബസ്സിൽ കൊടകനാട്ടം വന്ന് കോഴിക്കോടേക്ക് വരുന്ന ബസ്സിൽ ഇടയ്ക്കുന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കണ്ടക്ടറും ഡ്രൈവറും റെഡിയായില്ല സ്റ്റോപ്പ് ചെയ്യാൻ. സ്വാഭാവികം, അവർക്ക് സ്റ്റോപ്പില്ലാതെ നിർത്താൻ പറ്റില്ല. അപ്പോൾ അവർ പെട്ടെന്ന് പ്രൊവോക്കായിട്ട് എമർജൻസി എക്സിറ്റിൻ്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയും പിന്നീട് അത് അവർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കോംപ്രമൈസ് ആക്കുകയും ചെയ്തു. വിഷയം അതൊന്നുമല്ല, ഇത് സംഭവിക്കാവുന്നൊരു കാര്യമാണ്. സ്ത്രീയല്ല, ചിലപ്പോൾ പുരുഷനാണെങ്കിൽ വേറെ കയ്യാങ്കളിയിലേക്കോ മറ്റിലേക്കോ പോകാം. നിർത്തണം എന്ന് പറയാൻ നിർത്തിക്കൂടാ, എന്തുകൊണ്ട് എനിക്ക് നിർത്തിക്കൂടാ, എനിക്ക് സുഖമില്ല, അല്ലെങ്കിൽ ഒരു വിഷയം പറഞ്ഞിട്ട് വിഷയങ്ങളിലേക്ക് പോകാം. അത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അവിടെ നിൽക്കട്ടെ. ഞാനിതിൽ കണ്ടൊരു ആംഗിൾ എന്ന് വെച്ചാൽ സൈബർ ബുള്ളിങ്ങിൻ്റെ അങ്ങേ അറ്റത്തെ നരമ്പ് രോഗികളുടെ ഒരു കേന്ദ്രമായി കേരളം മാറിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ആ സ്ത്രീ ഒരിക്കലും അവർ ചെയ്ത കാര്യത്തെ ന്യായീകരിക്കുന്നതല്ല. അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പൊതു സ്ഥലങ്ങളിൽ പാലിക്കേണ്ട മര്യാദകൾ, അവർക്ക് എത്ര തന്നെ ബാത്റൂമിൽ പോകേണ്ട ആവശ്യമുണ്ടായാലും മറ്റ് എമർജൻസി ആണെങ്കിൽ പോലും അത് പറയേണ്ട ഒരു രീതിയുണ്ട്, കൺവേ ചെയ്യേണ്ട ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. അത് അവർ ചെയ്തില്ല എന്നുള്ള തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഈ സ്റ്റോറിയുടെ വേറൊരു ആംഗിൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട് നിങ്ങൾ? ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കഥ കേൾക്കുന്നതും കാണുന്നതും ആ സ്ത്രീക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇത്രയും സൈബർ ബുള്ളിങ്ങും ബോഡി ഷെയ്മിങ്ങും എന്താ പറയുക ബ്രാൻഡ് ഷെയ്മിങ്ങും അവർ ഉപയോഗിച്ച സാധനങ്ങൾ ഫെനിയുടെ 1.5 ലക്ഷം രൂപയുടെ ബാഗ് എടുത്തിട്ടാണോ നീ ഇത്ര തെണ്ടിത്തരം കാണിക്കുന്നതെന്ന് മുതലുള്ള അതിൽ വന്ന കമൻസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സൈബർ ബുള്ളിങ്ങിലെ നമ്മുടെ കേരളത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ബോഡി ഷെയ്മിങ് ആൻഡ് സൈബർ ബുള്ളിങ്ങിൻ്റെ അങ്ങേയറ്റത്തെ ഏറ്റവും നീചമായ എക്സാമ്പിളാണ് ഈ കാര്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവർക്ക് ഇപ്പോൾ അവിടെ ഇറങ്ങണം, ആ സ്ത്രീക്ക് അവിടെ ഇറങ്ങണം. ഓക്കെ, അപ്പോൾ അവർ പറയേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു. എനിക്ക് തീരെ വയ്യ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു എമർജൻസി ബാത്റൂമിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, സ്ത്രീയാണ്, അവരുടേതായ പല വിഷയങ്ങളും ഉണ്ടാവും, അപ്പോൾ അങ്ങനെ ഒരു വയ്യ നിർത്തണം എന്ന് പറയണമായിരുന്നു. അവരൊരു റിക്വസ്റ്റ് രൂപത്തിൽ പറഞ്ഞിട്ട് അപ്പം തന്നെ അവിടെ സംഭവം സോൾവ് ആകുമായിരുന്നു. അത് വേറൊരു ഇഷ്യൂ. ഞാൻ പറഞ്ഞത് ഈ സ്ത്രീ തന്നെ കുറച്ചും കൂടിയും ഇപ്പം അവർ ഒരു പെട്ടെന്ന് പ്രൊവോക്ഡായി, പല രീതിയിലാണ് മനുഷ്യന്മാർ, അവർ പെട്ടെന്ന് പ്രൊവോക്ഡായി റിയാക്ട് ചെയ്തു. ഇതേ സ്ത്രീ തന്നെ ആ ഡോറ് തുറന്ന് ഒന്ന് ചാടിയിരുന്നെങ്കിൽ അവരുടെ ആ ദേഷ്യം കൊണ്ട് അപ്പോഴുണ്ടായിരുന്ന, അങ്ങനെയാണല്ലോ മനുഷ്യന്മാരെല്ലാം ചെയ്യുന്നത്, പെട്ടെന്നുണ്ടാകുന്ന ഹോട്ട് ബ്ലഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഡോറ് തുറന്ന് അവരങ്ങ് ചാടി, ഈ കഥ നേരെ മറിയുമില്ലേ? ഇപ്പം നമ്മൾ സ്ത്രീയാണ് ബ്ലെയിം ചെയ്യുന്നത് അല്ലേ? അവർ ചാടിയിരുന്നെങ്കിൽ ഈ കഥ എങ്ങനെയായിരുന്നു? എന്ത് തോന്നിവാസം ഇവിടെ നടക്കുന്നത്? ആ പാവപ്പെട്ട സ്ത്രീയല്ലേ, ആ സ്ത്രീക്ക് ഒന്ന് അവിടെ പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി, മെഡിക്കൽ എമർജൻസി ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഫിസിക്കലി ഒരു പ്രോബ്ലം ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ബാത്റൂമിലേക്ക് എത്തുന്നത് കൊണ്ടാണ് അവർ ലുലുവിൻ്റെ മുമ്പിൽ നിർത്താൻ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ പെരിന്തൽമണ്ണ മിംസിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ നിർത്താൻ പറഞ്ഞു. 2-3 തവണ, വലിയൊരു ലോങ് സ്റ്റോറിയാണ്. അപ്പോൾ അവർ നിർത്താൻ പറഞ്ഞു. ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ഒരു ബസ് ഡ്രൈവറുടെ ചെറിയൊരു നെഗ്ലിജൻസ്, ഒരു 5 മിനിറ്റ്, 2 മിനിറ്റ്, 1 മിനിറ്റ് മതി ഒരു ബ്രേക്ക് ഔട്ട് അവരെ ഇറക്കി അങ്ങ് പോകാൻ. ഇത് ബസ് പോകുന്നത് 250-300 സ്പീഡിലൊന്നല്ലല്ലോ അല്ലേ? അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ആ യുവതിയുടെ ജീവൻ നഷ്ടമാക്കി എന്നൊക്കെ പാർട്ടിയുടെ യുവജന സംഘടനകളുടെ ധരണയും ബസ് ഡ്രൈവറെ കയ്യേറ്റം ചെയ്യലും കണ്ടക്ടറെ കയ്യേറ്റം ചെയ്യലും, ചിലപ്പോൾ KSRT ബസ്സിന് തീയിടുന്ന ഒരു സിറ്റുവേഷൻ വരെ ഈ കാര്യം എസ്കലേറ്റ് ചെയ്ത് പോകാമായിരുന്നു. പക്ഷെ ആ സ്ത്രീ ചാടിയില്ല. അത് വേറെ വിഷയം അല്ലേ? അങ്ങനെയാണ് സ്ത്രീ ഇപ്പോൾ ഈ ഒരു നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കേരള സമൂഹത്തിൽ ഞാൻ പറയുന്നത്, എസ്പെഷ്യലി കേരള ഇപ്പോൾ ഒരു കൾച്ചർ കാണുന്നത് ചത്തവൻ വിശുദ്ധൻ, അങ്ങനെ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം അല്ല ഞാൻ പറയുന്നത്, 3-4 കേസുകളായിട്ട് ഞാനിപ്പോൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് മരിച്ചവനെ വിശുദ്ധനാക്കുക, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൻ്റെ കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതെ എന്താണോ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ റിയാക്ഷൻ ഉണ്ടാകുന്നു. ഇനി വിഷയത്തിലേക്ക് വരാം. ഇത് ഞാൻ പറഞ്ഞൊരു കേസ് മാത്രമാണ്. സ്ത്രീ ചാടിയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു റിയാക്ഷൻ? ഇതേ സൈബർ ബുള്ളിങ് ചെയ്ത ഈ കുട്ടിപ്പിശാചുകൾ, അല്ലെങ്കിൽ വിവരമില്ലാത്തവർ തന്നെ ഞാൻ പറയും. ഞാൻ അങ്ങനെ ബുള്ളിങ്ങിലൊന്നും ചെയ്യാറില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അവര് വിഷയത്തെ ആസ്പദമാക്കിയിട്ട് പറയാം. ആ സ്ത്രീയുടെ ഭാഗത്ത് ഒരു ബിഹേവിയറൽ ഇഷ്യൂ ഉണ്ട്. ദ വേ ഷീ റെസ്പോണ്ട്, അവർ ചെയ്ത രീതി തെറ്റാണ്. പക്ഷെ അവരുടെ കോസ് ഇപ്പോഴും റീസണബിൾ ആണ്. അവർക്ക് മെഡിക്കൽ ഒരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് നിർത്തേണ്ടതായിരുന്നു. പക്ഷെ അത് അവർ പറയുന്ന രീതിയും ചെയ്ത പ്രവർത്തികളും തെറ്റായിപ്പോയി. ചോദിക്കട്ടെ, ഒരു കോട്ട് ഇട്ടതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല വാച്ച് കെട്ടിയത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല ബാഗ്, ഒരു ബ്രാൻഡഡ് ബാഗ് അവരുടെ കയ്യിലുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോൺ അവർ മേലെ വെച്ചത് കൊണ്ട് അവർ അഹങ്കാരിയായി മാറുമോ?
നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്? അത്രയും മോശമായ കമന്റ്സ് ആണ് ആ കമന്റ് ബോക്സ് നിറയെ ഉള്ളത്. നമ്മൾ നിലകൊള്ളുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? 990 നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലേ? ഇത് ഏത് കാലഘട്ടത്തിലെ ഇതാണിപ്പം റിയാക്ഷൻ വരുന്നത്? അവരിട്ട ഡ്രസ്സിനെയോ അവരിട്ട ഇയർഫോണിനെയോ അവരിട്ട വാച്ചിനെയോ അവർ കൊണ്ടു നടക്കുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗോ ഈ സംഭവമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അത്രയും മോശമായ കമന്റാണ് പല ആൾക്കാരും ഇട്ടിട്ടുള്ളത്. അവര് ചെയ്തിരിക്കുന്ന അപ്പോൾ ഇത്രയും വലിയൊരു ബോഡി ഷെയ്മിങ്ങിലേക്ക് അല്ലെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഷെയ്മിങ്ങിലേക്ക് പോകേണ്ടതുണ്ടോ എന്ന് നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ബിഹേവിയറൽ ഇഷ്യൂ ഉണ്ട്. അവർക്ക് അവരുടേതായ ആ സമയത്ത് പാലിക്കേണ്ട മര്യാദകൾ ആ സ്ത്രീ പാലിച്ചിരുന്നില്ല, ശരിയാണ്, അതിന് നമുക്ക് വിമർശിക്കാം. പക്ഷേ ഒരു വിഷയമുണ്ടായാൽ ഉടനടി ആ മനുഷ്യനെ മൊത്തത്തിൽ അങ്ങ് കരിവാരി തേക്കുന്ന ഒരു രീതിയിലേക്കുള്ള കേരള സമൂഹത്തിന്റെ അധപതനത്തെ പറ്റി ചർച്ച ചെയ്യണ്ടേ എന്ന് ചോദിച്ചാൽ ചർച്ച ചെയ്യണം, നിർബന്ധമായും ചർച്ച ചെയ്യണം. നമുക്ക് അവിടെ നടന്ന കാര്യങ്ങളൊന്ന് ചെറുങ്ങനൊന്ന് പരിശോധിക്കാം. ആ ലേഡി ചോദിക്കുന്നു, നിർത്തിത്തരില്ലേ? ഇവിടെ സ്റ്റോപ്പില്ല, നേരത്തെ പറയണം. ഓക്കെയാണ്. ഇനി ഇതെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു ഇത് പെട്ടെന്ന് പ്രവോക്കായതല്ല. ഈ ബസ് എടുത്തിട്ട് എവിടുന്നോ റോങ് സൈഡ് വന്നപ്പോൾ നാട്ടുകാരായിട്ട് എന്തോ സംസാരം ഉണ്ടായെന്നു. അപ്പോൾ കണ്ടക്ടറും എന്തോ നാട്ടുകാരെ തെറി വിളിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസ് സ്ത്രീ പറയുന്നുണ്ട്. അതൊന്നും അവരെ അതിലേക്ക് എന്താണ് കണക്ഷൻ എന്നറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ചോദിക്കുന്നത്, നിങ്ങൾ നിർത്തി തരില്ലേ? അപ്പോൾ ആദ്യം ലുലു എത്തിയപ്പോൾ നിർത്താൻ പറഞ്ഞത്രേ. ബസ് സ്റ്റോപ്പ് അവർ പറഞ്ഞു ഇവിടെ നിർത്താൻ പറ്റില്ല. പിന്നെ അടുത്ത സ്ഥലം എത്തിയപ്പോൾ മിംസിനടുത്ത് എത്തിയപ്പോൾ നിർത്താൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ ആദ്യമേ പറയണമായിരുന്നു അവിടെ നിർത്തണം പെട്ടെന്ന് പറഞ്ഞാൽ അത് ബസ്സുകാർ പറയുന്നത് കറക്റ്റാണ്, ടെക്നിക്കലി കറക്റ്റാണ്. കാരണം പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഞാൻ പോയിട്ട് ഇപ്പം നിർത്തണം എനിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് ഒരു ബസ് ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ അംഗീകരിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ പറയണം, എനിക്കിതാ ആ അടുത്ത കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്ഥാപനത്തിൽ തന്നെ നിർത്തി തരണമെന്ന് നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് തവണ നമ്മൾ അങ്ങനെ അപേക്ഷിച്ചിട്ടുള്ളത് നമുക്ക് നിർത്തി തന്നിട്ടുള്ളതുമാണ്. അപ്പോൾ ലേഡി പറയുന്നത് പോലെ ഇവരുടെ എമർജൻസി മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ബസ് കണ്ടക്ടറോ ഡ്രൈവറോ ഒന്നുമല്ല. ഇത് ഈ സ്ത്രീ എന്തുകൊണ്ടാണ് പ്രൊവോക്ഡ് ആയത് എന്നുള്ളൊരു റീസൺ ഇതുവരെ ക്ലിയർ അല്ല. ആ സ്ത്രീ പോലും അവരുടെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പെട്ടെന്നുണ്ടായ ഒരു പ്രൊവോക്കേഷൻ നിർത്തില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ ഉണ്ടായ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഞാൻ ആ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചാണെന്നാണ് അവരുടെ ഒരു സ്റ്റാൻഡ്. അത് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യനാണ് പുള്ളയെ ഇത് അങ്ങനെ രണ്ടാളെ കൊന്നിട്ടൊന്നല്ലല്ലോ ക്ഷമ ചോദിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഭാഗത്ത് തെറ്റ് അവരുടെ ഭാഗത്ത് തന്നെയാണ്. പക്ഷേ എൻ്റെ ചോദ്യം, നമ്മൾ ഈ സൈബർ ബുള്ളിങ്ങിലേക്ക് പോകുമ്പോൾ ഈ ഒരു നമ്മുടെ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു വിഷയം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, അങ്ങനെയല്ലേ, എല്ലും കഷ്ടം ആൾക്കാർ എറിഞ്ഞു കൊടുത്തിട്ട് അത് കടിക്കാൻ വേണ്ടി ചാടിക്കടിക്കാൻ വേണ്ടി നിൽക്കുന്ന നായ്ക്കളെ പോലെ എന്ന് പറയേണ്ടി വരും. അത് തന്നെയാണ് അതിന്റെ കറക്റ്റ് വേർഡ്. കാരണം എന്തിനാണ് ആ സ്ത്രീ അവിടെ അവർക്കൊരു തെറ്റ് പറ്റി അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു എമർജൻസി, സ്ത്രീകളുടേതായ അവർക്ക് എമർജൻസി ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അവർക്ക് അവിടെ ഇറങ്ങണം എന്നുള്ള വിഷയം ഉണ്ടായി. അവർ റോങ് ആയ രീതിയിൽ കൺവേ ചെയ്തു, അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. ഞാൻ ചോദിക്കട്ടെ, എത്ര ബസ്സുകളിൽ ഈ ആണുങ്ങളായിട്ടുള്ള ആൾക്കാരും കണ്ടക്ടറും തമ്മിൽ ചിലപ്പോൾ ഒന്നും തള്ളും ഉണ്ടാവുന്നു പല വിഷയങ്ങൾക്കും. ചിലപ്പോൾ ചില്ലറ നേരമായിട്ട് കണ്ടക്ടർമാർ ഇറങ്ങും തരാന്ന് പറയും. നമ്മൾ ഇറങ്ങാൻ പോയപ്പോൾ ഇല്ല, അത് പിന്നെ ഇതിൽ ചില്ലറ നോക്കട്ടെ തപ്പിയിട്ട് കളിക്കും. അപ്പോൾ എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുണ്ടാവുന്നുണ്ട്, ഉണ്ടും തള്ളും, അതൊക്കെ വീഡിയോ എടുത്തിടുന്നുണ്ടാ. ഇത് ഇന്നത്തെ കാലത്തിന്റെ സമൂഹത്തിന്റെ ഒരു അപജയമാണിത്. തൊട്ടതും പിടിച്ചതും തിന്നതും തൂറിയതും എല്ലാം വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ പോലെ. എന്തിനാണിത്?
അവിടെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. ആ ലേഡി അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി വീഡിയോ എടുത്തു, അപ്പുറത്തുള്ള ആള് കണ്ടക്ടറുടെ സേഫ്റ്റി അവരും വീഡിയോ എടുത്തു. അത് കഴിഞ്ഞു. അവിടെ സ്റ്റേഷനിൽ പോയി അവർ പറഞ്ഞ് ഫിനിഷ് ചെയ്ത സ്റ്റോറിയാണത്. അതിനുശേഷം പിന്നെ അവരെ തെരുവിലേക്ക് വലിച്ചേച്ചുകൊണ്ട് ഇവള് എന്തിനാ 1.5 ലക്ഷം രൂപയുടെ ബാഗ് എടുത്തിരിക്കുന്നത്, ഇവളെന്തിനാ 2 ലക്ഷം രൂപയുടെ വാച്ച് കെട്ടിയിരിക്കുന്നത്, ഇവളെന്തിനാണ് ഇത്രയും വില കൂടിയ സാധനങ്ങളൊക്കെ തലയിൽ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത്, ഈ കോട്ടിട്ടിരിക്കുന്നത്, ഇതൊക്കെയാണ് കമന്റിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഇട്ടിട്ടുള്ള ആളെന്തിനാണ് ബസ്സിൽ കയറിയിരിക്കുന്നത്, ഇവർക്ക് കാറ് വാങ്ങിക്കൂടെ, അല്ലെങ്കിൽ ജീപ്പ് വാങ്ങിക്കൂടെ, എന്നിട്ട് അതിൽ യാത്ര ചെയ്തപ്പോൾ എന്തൊക്കെ നോൺസെൻസുകളാണ് നമ്മുടെ കുട്ടികളെന്നേ പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ബുദ്ധിയില്ലാത്ത കുട്ടികൾ, യുവാക്കൾ എന്നൊന്നും പറയാൻ പറ്റില്ല. യുവാവായ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺ എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല ഈ കൂട്ടത്തിലുള്ള ആൾക്കാരെ. ഇത് ചിലപ്പം ജോലിയൊന്നും കിട്ടാതെ, എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് പറയണം, നമുക്ക് എല്ലാത്തിലും എല്ലാ ഭാഗവും പറയണമല്ലോ. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു തരത്തിലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, ഞാൻ അതാണ് പറയാൻ, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടേതായ ലൈഫിൽ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാനിപ്പോൾ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഈ ബാക്കിയുള്ള 3-4 വിരൽ എൻ്റെ നേരെയാണ് വരുന്നത്. അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണോ നമ്മുടെ സൊസൈറ്റി? ഒരു ബുള്ളിങ്ങിനൊക്കെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്, എല്ലാത്തിനും ഒരു ലൈൻ വരക്കണം നമ്മൾ. എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ മൂക്കിൻ തുമ്പ് വരെയാണ്, മനസ്സിലായില്ലേ? അവരുടെ ലൈഫിലെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, അവർ ഉപയോഗിക്കുന്ന പേഴ്സണലായിട്ടുള്ള സാധനങ്ങൾ, അവരുപയോഗിക്കുന്ന ചെരുപ്പ്, അവരുപയോഗിക്കുന്ന ഡ്രസ്സ്, അതൊന്നുമല്ല അവരുടെ ആറ്റിറ്റ്യൂഡിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. ഇപ്പൊ അവർക്കൊരു തെറ്റ് പറ്റിയത് കൊണ്ടാണ് ഈ പറയുന്നതെങ്കിലാണ് പറയുന്നത്. അവര് നല്ല സാധനം ഉപയോഗിക്കുന്നത് കൊണ്ട് അവര് റോങ് ആയി പെരുമാറിയതെന്നാണോ? അല്ല, അവര് പറഞ്ഞല്ലോ അസമയത്തുണ്ടായ ആ ഒരു സമയത്തുണ്ടായ പ്രൊവോക്കേഷനിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു തെറ്റ് അവരുടെ ഭാഗത്ത് പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിലും ചിന്തിച്ചു നോക്കൂ. ഈ പറഞ്ഞ ബസ് ഡ്രൈവർക്ക് ഒന്ന് ബ്രേക്ക് ഔട്ടി അവിടെ ഇറക്കി കൊടുത്ത് ഈ വിഷയം ഉണ്ടാകാനേ പോകുന്നില്ല, അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം, സൊസൈറ്റിക്കുള്ള പാഠം, ഈ വിഷയത്തെ നമ്മൾ കുത്തിപ്പുണ്ണാക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഈ സൈബർ ബുള്ളിങ്ങിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറയേണ്ടതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഇതിൽ നമ്മൾ ബേസിക്കലി പഠിക്കേണ്ട ഒരു ലെസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സോഷ്യൽ സിറ്റുവേഷൻ, ഓക്കെ, ആ സിറ്റുവേഷനിൽ നമുക്ക് സോ ആൻഡ് സോ ബിഹേവിയർ എങ്ങനെ നമ്മളെ ഒരു അപകടത്തിൽ കൊണ്ട് ചെന്നെത്തിക്കും. എക്സാമ്പിൾ പറയുന്നത്, സ്ത്രീയുടെ ഇപ്പോൾ അപകടത്തിൽ, അവരിപ്പോൾ നോർമലായിട്ട് ആ ബസ് സ്ഥലത്തെത്തി ഇറങ്ങിപ്പോണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു, കോംപ്രമൈസ് സിറ്റുവേഷനിൽ ഇരിക്കേണ്ടി വന്നു. അവർ പറയുന്ന ബസ്സിന്റെ ഗ്ലാസിന്റെ പൈസ കൊടുക്കണം, ബസ്സിന്റെ ഗ്ലാസിന് 5000 രൂപ ഉണ്ടാവും. പക്ഷേ ബസ്സിന്റെ അപ്പം ഒരു ട്രിപ്പ് മുടങ്ങിയതുകൊണ്ട് ട്രിപ്പിന്റെ പൈസ ഉണ്ടാവും, ഒരു ഗവൺമെന്റ് ഫൈൻ ഉണ്ടാവും, ഒരു ചലാൻ ഉണ്ടാവും. എല്ലാം കൂടി 10-28,000 രൂപ അടച്ചെന്നാണ് ആ ലേഡി അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു ടെമ്പർ ഇഷ്യൂ, അല്ലെങ്കിൽ ചെറിയൊരു ബിഹേവിയറൽ കൺട്രോൾ ചെയ്യേണ്ട ഒരു ഇഷ്യൂ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഇതിങ്ങനെയല്ല, ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ അവിടെ എത്തിച്ചു, തീർന്നു, ഭാഗ്യം. ഇതേ ഇഷ്യൂ തന്നെ ആ ലേഡി കുറച്ചും കൂടി ഒന്ന് ഹൈപ്പർ ആയിട്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിർത്തിയില്ല ഒരാൾ ഗ്ലാസും പൊട്ടിച്ച് അതിലോട്ടങ്ങ് തുള്ളിയിട്ടുണ്ടെങ്കിലോ എവിടത്തേക്ക് എത്തി? അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ നമ്മൾ ഏതൊരു ഇഷ്യൂവിനെയും അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ മാറ്റർ ഓഫ് ഫാക്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കമൻ്റ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോഴുള്ള സഹോദരന്മാർ ദയവ് ചെയ്തിട്ട്, സൈബർ ബുള്ളിങ് ഏതൊരാൾക്കും ഏതൊരു സൊസൈറ്റിക്കും നാശത്തിൽ മാത്രമേ വഴിവെക്കത്തുള്ളൂ. ഇതില് ഞാൻ ഈ KSRTC ആൾക്കാരെയോ ആ നിർത്താത്ത ഡ്രൈവറെ ബ്ലെയിം ചെയ്യുകയോ കണ്ടക്ടറെ ബ്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ ആ അടിച്ചു പൊട്ടിച്ച സ്ത്രീ കുറ്റക്കാരിയൊന്നും ഒരു തരത്തിലും അല്ല ജഡ്ജ്മെന്റൽ വീഡിയോ അല്ല ഇത്, നെവർ. റിയാക്ഷൻ വീഡിയോ പോലും അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഉണ്ടായ സാധനത്തിന്റെ സൈഡിലൂടെ ഉണ്ടാകുന്ന ഈ ഒരു സൈബർ ബുള്ളിങ് ഉണ്ടല്ലോ, അത് സൊസൈറ്റിയിൽ എത്രത്തോളം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മളെ സൊസൈറ്റി, അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ആൾക്കാരെങ്കിലും ബുദ്ധിയും വിവരമുള്ള ഒരു 10 ആൾക്കെങ്കിലും മനസ്സിലായാൽ ആ ഒരു ഗുണം പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഈ സംഭവം ഞാൻ എന്തുകൊണ്ടാണ് ഈ ലേഡിയുടെ വിഷ്വൽസോ വീഡിയോസോ ഒന്നും ഇതിൽ പ്ലേ ചെയ്യുക, അതിൽ കാര്യമില്ല. ഇതൊരു XYZ ഫാക്ടറാണ്. ഇന്ന് ആ ലേഡിക്ക് ഉണ്ടായി, ഇന്നലെ വേറൊരു ലേഡിക്ക് ഉണ്ടാവും,
ഇനി നാളെ വേറൊരു ലേഡിക്കോ ആണിനോ ഉണ്ട്. ഇതിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പോലും ഇതിൽ ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം ആ ലേഡിയായി ഇപ്പം ആണാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒന്നും തള്ളു അടിയുണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തോ എനിക്ക് ഒന്നും കൊള്ളൂ, കണ്ടക്ടർക്ക് ഒന്ന് കിട്ടും. കണ്ടക്ടർ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും, പോലീസുകാർ അവരെ പിടിച്ചുകൊണ്ടുപോകും. ആ വീഡിയോ എടുത്തൊരാളുണ്ടല്ലോ ഓനിക്കൊന്ന് കിട്ടും. ഇതിപ്പോൾ ലേഡി ആയതുകൊണ്ടാണ് ഇങ്ങനെ നമുക്കൊരു ഉണ്ടല്ലോ, നമ്മൾ പറയാമല്ലോ നനഞ്ഞെടുത്ത് പെട്ടെന്ന് കുഴിക്കാൻ പറ്റും. ആ റിയാക്ഷൻ ആ ഒരു ലെവലിലേ ഉണ്ടായി പോകുന്നുള്ളൂ. അപ്പോൾ പല ഫാക്ടേഴ്സും അതിലുണ്ട്. അപ്പോൾ വിഷയങ്ങൾ ഉണ്ടാകും, തെറ്റും ശരിയും ഉണ്ടാകും. അത് തീർക്കാനുള്ള നിയമ സംവിധാനവും കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അത് അവരങ്ങനെ തന്നെ തീർത്തിട്ടുമുണ്ട്. ആ ലേഡി അത് തെറ്റായതുകൊണ്ട് തന്നെ അവരതിൻ്റെ ഫൈനും കാര്യങ്ങളൊക്കെ അടച്ച് ക്ഷമ ചോദിച്ച് തീർന്നു പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും അവരുടെ പല കമൻറ്റ് പോസ്റ്റിലും പല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയിട്ട് ഈ ചൊറിയുന്ന കൃമികളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ, അവരോടാണ് അവരെ അഡ്രസ്സ് ചെയ്തിട്ടുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അവരിപ്പോൾ ഇതുകൊണ്ടൊന്നും നന്നാകാൻ പോകുന്നുണ്ടല്ലോ. പക്ഷേ നമ്മൾ ഒരു പ്രോഗ്രസീവായ സൊസൈറ്റി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ ദയവ് ചെയ്ത് ശ്രമിക്കണം എല്ലാവരും. നമ്മളൊരു ഡെവലപ്പിംഗ് സൊസൈറ്റിയാണ്. നമ്മൾ കാട്ടിൽ നിന്ന് വന്നതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ ഓർമ്മിക്കുന്നത് നന്നാവും. അപ്പോൾ നമ്മളെ ബിഹേവിയറൽ ചേഞ്ചും ബിഹേവിയറൽ നന്നാക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവും. അങ്ങനെയാണല്ലോ നമ്മൾ ഹ്യൂമൻ സിവിലൈസേഷൻ കാട്ടിൽ നിന്ന് കുരങ്ങിൽ നിന്ന് മാറി ഉണ്ടായി എന്നുള്ള സയന്റിഫിക് ആയിട്ട് സ്റ്റഡി ചെയ്ത് പറയുന്നത്. അപ്പോൾ ആ കുരങ്ങന്റെ സ്വഭാവം, ഇമിറ്റേഷൻ സ്വഭാവം, കളിയാക്കൽ സ്വഭാവം നിർത്തിക്കൊണ്ട് നമ്മൾ കുറച്ചും കൂടിയും റീസണബിൾ ആയിട്ട് ആരെയും ഉപദ്രവിക്കാതെ ആരെയും ഹേർട്ട് ചെയ്യാതെ സൊസൈറ്റിയിൽ നിലകൊള്ളാൻ എല്ലാവരും അപ്പുറം ഇപ്പുറം ശ്രമിക്കുക എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.